വിലയും കുറവുള്ള വളവും നല്ല വിളവും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ ഉപയോഗിക്കാം. പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഫാക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഓർഗാനിക്കായിട്ടുള്ള ഓർഗാനിക് പ്ലസ് എന്ന് പറഞ്ഞ ഒരു ജൈവവളത്തെക്കുറിച്ചാണ്. അപ്പോൾ ആ ജൈവവളം നമുക്ക് കൃഷിക്ക് എങ്ങനെയെല്ലാം ഉപയോഗിക്കാം, പ്രധാനമായിട്ട് നമ്മൾ മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്നവർക്ക് എങ്ങനെ ഉപയോഗിക്കാം, നമുക്ക് വീട്ടിൽ നല്ല രീതിയിൽ കമ്പോസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കർഷകരുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ വളരെ ഉപകാരപ്രദമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും സമയമില്ല, ഇത് കമ്പോസ്റ്റ് ചെയ്യാൻ സമയമില്ല, ചിലപ്പോൾ കമ്പോസ്റ്റ് ചെയ്യാൻ സ്ഥലമില്ല, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ കൃഷി ചെയ്യാൻ നല്ല താല്പര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഓർഗാനിക് വളങ്ങൾ നമുക്ക് ലഭിക്കുകയാണെന്ന് പറഞ്ഞാൽ വളരെ വില കുറവിലാണ് ലഭിക്കുന്നത്. അപ്പോൾ ആ വില കുറവിലുള്ള വളം നമുക്ക് ലഭ്യമാവുക എന്ന് പറയുന്ന വളരെ നല്ല കാര്യമാണ്. അതും നമ്മൾ ഫാക്ടറിയിൽ നിന്നൊക്കെ ഓർഗാനിക് വളം, ഓർഗാനിക് പ്ലസ് എന്ന് പറഞ്ഞ വളമൊക്കെ നമുക്ക് ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ കാര്യമാണ്. അപ്പോൾ കമ്പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തവർക്കോട്ടെ, അല്ലാത്തവർക്കൊക്കെ കമ്പോസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. വീട്ടിൽ കമ്പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് വീട്ടിൽ കമ്പോസ്റ്റ് ചെയ്യാനേ ഞാൻ പറയുള്ളൂ. അല്ലാത്തവർക്ക് നമുക്ക് ഇങ്ങനെയുള്ള വളങ്ങൾ പെട്ടെന്ന് ചിലപ്പോൾ നമ്മൾ ചെയ്ത കമ്പോസ്റ്റ് പെട്ടെന്ന് ആയിട്ടില്ല, ചെടികൾക്ക് കൊടുക്കേണ്ടി വന്ന് അങ്ങനെ ആവശ്യം വന്നാൽ നമുക്ക് ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ നമുക്ക് മേടിക്കാം. ഓർഗാനിക് പ്ലസ് എന്ന് പറഞ്ഞിട്ട് ഫാക്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഓർഗാനിക് മാനർ ഫോർ ആൾ ക്രോപ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. FCA മാനദണ്ഡ പ്രകാരമാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. FCA എന്ന് പറയുന്നത് ഫെർട്ടിലൈസർ കൺട്രോൾ ഓർഡർ എന്നാണ് ഇന്ത്യ ഗവൺമെൻറ് ഒരു ഓർഡർ ഉണ്ട് 1985. ആ ഓർഡർ പ്രകാരം, ആ മാനദണ്ഡ പ്രകാരമാണ് നമ്മൾ ഓർഗാനിക് വളങ്ങൾ സർട്ടിഫൈ ചെയ്ത് വരുന്നത്. അപ്പോൾ ആ സർട്ടിഫിക്കേഷന് ഒരുപാട് മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡമൊക്കെ ഇതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട്. ആ മാനദണ്ഡമൊക്കെ അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നഗരപ്രദേശങ്ങളിലുള്ള ജൈവാവശിഷ്ടം ശേഖരിച്ച് അതിൽ നിന്ന് നല്ല രീതിയിൽ കമ്പോസ്റ്റാക്കി അത് കൃത്യമായി FCO മാനദണ്ഡ പ്രകാരം അരിച്ചെടുത്ത് ആണ് കർഷകർക്ക് നൽകുന്നത്. ഇത് ഒരു ചാക്കിന് വില 303 രൂപയാണ് വില. 50 കിലോൻ്റെ ചാക്കാണ് കേട്ടോ, 50 കിലോൻ്റെ ചാക്കാണ്. ഇത് നമുക്ക് ലഭിക്കുക പറയുന്നത് നമുക്ക് ചെറിയ ചെറിയ വളക്കടയിലൊന്നും ലഭ്യമാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിത് ഇപ്പോൾ ഇതിൻ്റെ വളത്തിൻ്റെ ഗോഡൗണിൽ നിന്നാണ് എടുത്തിട്ട് വന്നത്. അപ്പോൾ കൂടുതലായിട്ട് സ്റ്റോക്ക് ചെയ്യുന്ന, കൂടുതൽ വളങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യുന്ന കടകളിലൊക്കെ ലഭ്യമാവുള്ളൂ. അതൊരു പോരായ്മയാണ്. പിന്നെ ഇതിൽ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്നത് പറയുന്നത് ഈർപ്പം. സാധാരണ FCO മാനദണ്ഡ പ്രകാരം 15 to 25% ഈർപ്പം വേണം. ഇതിൽ 25% അടുത്ത് ഈർപ്പമുണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 4 mm മെഷിൽ ഇട്ട് ചലിച്ചു കഴിഞ്ഞാൽ ഒരു 90% കമ്പോസ്റ്റും നമുക്ക് ചരിച്ച് കിട്ടണം. അപ്പോൾ നല്ല തരിയായിരിക്കും. അങ്ങനെയുള്ളതായിരിക്കണം. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി 1% ആണ്. അതിന് കാർബണിൻ്റെ അളവ് 14% ഉണ്ട്. ചുരുങ്ങിയത് 12% വേണം, പക്ഷേ 14% ഉണ്ട്. അപ്പോൾ വളരെ ഏറെ നല്ലതാണ്. പിന്നെ നൈട്രജൻ 0.5% ആണ്. ഫോസ്ഫറസ് 0.5% ആണ്. അതേമാതിരി പൊട്ടാഷ് 0.5% ആണ്. 20% താഴെയാണ് CN റേഷ്യോ. അതേപോലെ തന്നെ pH 6.5 to 7.5 ആണ്. ഓക്കെ, ഇതാണ് പ്രധാനമായിട്ടും അതിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ജൈവവളത്തിൽ അടങ്ങിയിരിക്കുന്നത് 0.5% നൈട്രജനും 0.5% ഫോസ്ഫറസും 0.5% പൊട്ടാഷുമാണ്. അപ്പോൾ നമുക്ക് 1 കിലോ എടുത്തു കഴിഞ്ഞാൽ 5 ഗ്രാമേ ലഭിക്കുള്ളൂ. 1 കിലോ കമ്പോസ്റ്റ് നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുത്താൽ ആ ചെടിക്ക് 5 ഗ്രാമേ കിട്ടുള്ളൂ. ഏത് ഫോസ്ഫറസ് ആയാലും പൊട്ടാഷ് ആയാലും നൈട്രജൻ ആയാലും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു ചെടിക്ക് തന്നെ 4 കിലോ to 5 കിലോ വരെ ഒരു ഗ്രോ ബാഗിൽ ഇട്ട് കൊടുക്കുന്നു വരും. ആ ചെടിയുടെ ഓരോ വളർച്ചാഘട്ടത്തിലേക്ക് ആവശ്യം വേണ്ടിയിട്ട് ആദ്യം മുതൽ അവസാനം വരെ. നമുക്ക് ജൈവവളമായത് കാരണം നമുക്ക് മണ്ണ് പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ മണ്ണ് ഉപയോഗിക്കുന്നത് കുറച്ച് ഉപയോഗിച്ചാൽ മതി. സാധാരണ രീതിയിൽ നമ്മൾ 3:1 അല്ലെങ്കിൽ 2:1 അങ്ങനെയൊക്കെയാണ് നമ്മൾ മണ്ണെടുക്കാറ് അല്ലേ. ഇതിന് എടുക്കുമ്പോൾ നമുക്ക് 2:2 എന്ന റേഷ്യോയിൽ തന്നെ നമുക്ക് ഈ വളം എടുക്കാം. 2 ഭാഗം മണ്ണും 2 ഭാഗം ജൈവവളവും എടുത്ത് നമുക്ക് ഗ്രോ ബാഗ് നിറച്ച് കൃഷി ചെയ്യാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ pH 6.5 to 7.5 ഉള്ളിലാണ് ഇതിൻ്റെ pH ഉള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കുമ്മായ പ്രയോഗത്തിൻ്റെയോ മറ്റുള്ളതിൻ്റെയോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് പൊട്ടി മിക്സിയിൽ നല്ല രീതിയിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ചകിരിച്ചോറൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതും വേപ്പ് മണ്ണാക്കും
100-150 ഗ്രാം വേപ്പ് പിണ്ണാക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യ ഘട്ടത്തിൽ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകങ്ങൾക്ക് ഇതിലുള്ളത് കാരണം നമുക്ക് മറ്റുള്ള വളങ്ങളൊന്നും ചേർത്തേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ കിലോന് 6 രൂപയെ വില വരുന്നുള്ളൂ അല്ലേ? 303 റുപ്യ പറയുമ്പോൾ 6 റുപ്യേൻ്റെ അടുത്ത് വില വരുന്നുള്ളൂ. ഇങ്ങനെയുള്ള ഓർഗാനിക് വളങ്ങൾ നമ്മൾ ഗ്രോ ബാഗിൽ കൂടുതലായിട്ട് നിറയ്ക്കുമ്പോൾ എന്താ പറഞ്ഞാൽ 1-2 കൊല്ലം കഴിയുമ്പോൾ അപ്പോൾ നമ്മുടെ മണ്ണിലുള്ള ജൈവ മാറ്ററിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. ഗ്രോ ബാഗ് തയ്യാറാക്കുമ്പോൾ ഏകദേശം 2:2 ചെയ്യുന്നതെങ്കിലും നമ്മൾ പിന്നെ അടുത്ത ഘട്ടത്തിൽ നമ്മൾ കൊടുക്കുന്നത് ഈ വളം നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്നത് ഒരു പൂ ഇടുന്ന സ്റ്റേജ് തൊട്ടിട്ട് ഒരു 2 പിടി വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം 1/2 കിലോൻ്റെ അടുത്തുണ്ടാവും. 2 പിടി എന്ന് പറയുമ്പോൾ ഒരു 1/2 കിലോൻ്റെ അടുത്തുണ്ടാവും. അപ്പോൾ അത് വെച്ച് ആഴ്ചയ്ക്ക് ഇട്ടുകൊണ്ടിരിക്കുക. മഴക്കാലത്ത്, വേനൽക്കാലത്താണ് പറഞ്ഞു കഴിഞ്ഞാൽ 10 ദിവസമോ 15 ദിവസം കൂടുമ്പോൾ അതൊരു ഓരോ കിലോ വെച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. പച്ചക്കറി വിളകൾക്ക് കേട്ടോ. പക്ഷേ നമ്മൾ വാഴ അതേപോലത്തെ പപ്പായ അങ്ങനെയുള്ള വിളകൾക്കൊക്കെയാണെങ്കിൽ ഒരു 10 കിലോ അടിവളമായിട്ട് തന്നെ കൊടുക്കണം. അടിവളമായിട്ട് കൊടുത്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം ലഭിക്കുള്ളൂ. അതേപോലെ തന്നെ അതിൽ ഓരോ മാസം കൂടുന്തോറും 5 കിലോൻ്റെ അടുത്ത് നമ്മൾ വളങ്ങൾ ഇങ്ങനെ മേൽവളമായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് പറഞ്ഞാൽ 4-5 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കണമെങ്കിൽ വാഴയ്ക്കും അതേപോലെ തന്നെ പപ്പായയ്ക്കൊക്കെ നല്ല കരുത്തോടുകൂടി വളരാനും നല്ല ആ ഫ്രൂട്ടൊക്കെ നല്ല സെറ്റാവാനൊക്കെ ഉപകരിക്കും. അതിൻ്റെ ഒപ്പം നമ്മൾ മൈക്രോ ഫുഡൊക്കെ ചേർത്ത് കൊടുക്കണം. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള വളം ജൈവവളങ്ങളായത് കാരണം നമുക്ക് ഇങ്ങനെയുള്ള വളങ്ങൾ നല്ല രീതിയിൽ തന്നെ ചെടികൾക്ക് ചേർത്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വളരെ ചിലവും കുറവാണ്, എന്നാൽ നമുക്ക് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും. നല്ല ഗുണമേന്മയുള്ള ഒരു ജൈവവളമാണ്. മറ്റുള്ള ജൈവവളങ്ങൾ മേടിക്കുമ്പോൾ ഇങ്ങനെ സർട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങളൊന്നും അതിൽ സൂചിപ്പിക്കാറില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. സർട്ടിഫിക്കേഷനൊക്കെ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ധൈര്യത്തിൽ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഈ ജൈവവളം ഒന്ന് പൊട്ടിച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കാം. അതല്ലേ നല്ല തരിയണ കറുത്ത കളറാണ് കേട്ടോ. നല്ല കറുത്ത കളറാണ്. അപ്പോൾ ഈ 4 mm നമുക്ക് ലഭിക്കുന്നതുകൊണ്ട് എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികൾക്ക് ആവശ്യമായ പോഷകങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കാൻ സാധിക്കും ചെടികൾക്ക്. അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ എന്താ പറഞ്ഞാൽ വിത്തുകളൊന്നും കാര്യമായിട്ടുണ്ടാവില്ല. ചെറിയ രീതിയിൽ ഉണ്ടെങ്കിൽ പോലും ചെറിയ വിത്തുകളൊക്കെ ആണെങ്കിൽ ഉണ്ടാവും. അപ്പോൾ 4 mm അരിച്ച് വരുന്നതുകൊണ്ട് വലിയ വിത്തുകളൊന്നും വരില്ല. അപ്പോൾ കാര്യമായിട്ട് കളേൻ്റെ പ്രശ്നം ഉണ്ടാവും എങ്കിലും പുല്ലിൻ്റെയൊക്കെ ചെറിയ പുല്ലിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടാവുമെങ്കിലും കാര്യമായിട്ട് കള ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ കിച്ചൺ വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കളകളുടെ എണ്ണം കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് കിച്ചൺ വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് അതേ രീതിയിൽ ഉപയോഗിക്കാണ്ട് അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. 4 mm മെഷ് ഉപയോഗിച്ചിട്ട് അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. ഞാനൊക്കെ അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കാം. കളകളുണ്ടെങ്കിൽ പോലും സാന്നിധ്യം വളരെ കുറവായിരിക്കും. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ചെടികൾക്ക് വലിച്ചെടുക്കാൻ സാധിക്കും. 4 mm മെഷിൽ അരിച്ചെടുക്കുന്നത് കണ്ടില്ലേ? ഇല്ല, കമ്പോസ്റ്റ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഈ രീതിയിൽ അരിച്ചിട്ട് വേണം നമുക്ക് കമ്പോസ്റ്റ് കിട്ടാൻ. അത് പല സ്ഥലത്തൊന്നും അങ്ങനെ കിട്ടുന്നില്ല. ഇത് പറഞ്ഞാൽ കൃത്യമായിട്ട് അത് അരിച്ച് മെഷീനിൽ അരിച്ച് വരുന്നത് കൊണ്ടാണ്, 4 mm മെഷീനിൽ അരിച്ച് വരുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്, കറുത്ത കളറിലൊക്കെ കിട്ടുന്നത്. അത്രയും ഫൈനായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ചെടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഗ്രോ ബാഗിൽ ആദ്യം നിറച്ച ശേഷം പിന്നെ ഓരോ വളർച്ചാ ഘട്ടത്തിലും ആഴ്ചയ്ക്ക് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ CN റേഷ്യോ ഒക്കെ നല്ല രീതിയിൽ തന്നെ ഉള്ളത് കാരണം CN റേഷ്യോയിൽ കാർബൺ നൈട്രജൻ അനുപാതം, അതായത് കാർബൺ കൂടിപ്പോയാൽ നമുക്ക് പ്രശ്നമാണ്. ചെടികൾക്ക് നൈട്രജൻ വലിച്ചെടുക്കാൻ പറ്റില്ല. ഇതിൽ വളത്തിൽ നൈട്രജൻ ഉണ്ടെങ്കിലും പോലും വലിച്ചെടുക്കാൻ പറ്റില്ല കാർബൺ കൂടിക്കഴിഞ്ഞാൽ. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ റേഷ്യോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടാണ് പാലിച്ചിട്ടാണ് ഈ വളം ഇറക്കിയിരിക്കുന്നത്. വളങ്ങൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റാത്ത കർഷകരുണ്ടെങ്കിൽ അവർക്ക് വളരെ ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ട് ഏത് ചെടിക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അതാണ് ഒരു പ്രത്യേകത. പച്ചക്കറി വിളകളെ മാത്രമല്ല, ഫ്രൂട്ട്സ് ആണെങ്കിലും നമ്മൾ ഫ്ലവറിങ് പ്ലാന്റുകൾക്കൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള വളങ്ങൾ ഉപയോഗിക്കാം. നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ചിലവും കുറവാണ്. നമുക്ക് നമ്മുടെ മണ്ണ് പോട്ടി മിക്സൊക്കെ നല്ല രീതിയിൽ നല്ല പോട്ടി മിക്സ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നല്ല പോട്ടി മിക്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താ ഗുണം പറഞ്ഞാൽ ആ പോട്ടി മിക്സിൽ വെള്ളം പിടിച്ചെടുത്താനുള്ള കഴിവ് ആ പോട്ടി മിക്സിനുണ്ടായിരിക്കും. നല്ലപോലെ വേരോട്ടുണ്ടാവും, നല്ലപോലെ ഓക്സിജൻ ഉണ്ടാവും, അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ലപോലെ ഈ ചെടി മുരടിപ്പൊക്കെ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വരാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. വിലയും കുറവുള്ള വളവും നല്ല വിളവും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ ഉപയോഗിക്കാം.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ വളരെയേറെ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ കൃഷി അറിവുകളും മറ്റു ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. നന്ദി.